തല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടൂ. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒന്നുമില്ല. എന്നാലൊരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തഭിപ്രായം? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം മുതലാളി. ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ, ഒരു പഴഞ്ചൊല്ലല്ലേ? പക്ഷെ പഴഞ്ചൊല്ലി സ്വന്തമായിട്ട് അഭിപ്രായം വല്ലോടെ പറടാ. ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി, അത്ര തന്നെ. കൊടുക്കാം, പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണം. പറ്റുമോ? ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. സാർ കയറി വരണം. താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നെ നേരം വെളുക്കുമ്പോ കയറി വന്നോളൂ. തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക. ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല. ആരാണോ തമാശ പറഞ്ഞത്? ആരാണോ തമാശ പറഞ്ഞത്? അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയെന്നാ. അങ്ങനെ ചിരി കൊണ്ട് പോണ്ട. എന്താണോ അവന്റെ പ്രശ്നം? സാർ, ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. ആണോ? എന്നോട് ഞാൻ എന്താ പറഞ്ഞു? ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം. വെള്ളത്തിലൂടെ, വായുവിലൂടെ, ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാവുന്ന എഴുതി തന്നിട്ടുണ്ട്. ഈ പ്ലാൻ എവിടെ? സാർ, അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാർ ഇത് ശരിയായിട്ടോടെ എന്റെ KFC ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം. ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം. എങ്കിൽ ഞാൻ അവരെ മുഴുവൻ വരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടിറക്കാം. അപ്പൊ സാറിന് കാണാമല്ലോ. അത് വേണ്ട, ഞാനൊരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം. ഇളക്കല്ലേ, ആളെ ഇളക്കല്ലേ. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും. അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കുമോ? എങ്ങനെ ഇറങ്ങണോ പുറത്ത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം. താൻ ഇറങ്ങിക്ക്, ഇറങ്ങണോ പുറത്ത്? എടാ, ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമാണ് ഇത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്ത് സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. SSLCക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ. എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. അയാളൊറ്റയ്ക്കാ? അല്ല, ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ചവിട്ടി ഇതാര് പീതാംബരൻ ചേട്ടനാ? എന്റെ പേര് മറന്നില്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? നാളെ കാലത്ത് ചേട്ടൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. അല്ല, വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ? ചേട്ടൻ ഞാൻ കുറെ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസത്തിന് മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താണോ തന്റെ വിചാരം? എടോ, ഒരു സ്കൂൾ മാസം പോകാൻ അല്ലേ അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കി നടക്ക? പറഞ്ഞ വാക്കിന് വരെ വേണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താനൊരു 3 ദിവസത്തിന് കണക്കാ പറഞ്ഞു. അല്ല, അന്ന് 3 മാസമാ പറഞ്ഞു. അല്ല, 3 ദിവസം. എന്ത് ചെയ്യും? ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നോക്കി ഇവനെ കൊണ്ട് നിർത്തണ. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത് കേട്ടാ. ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. എഞ്ചിനീയർ സാറേ, ഇത് ഞാന് ലൈൻമാൻ KT കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു, ആ
പണി നീ നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി ഇന്ന്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിനെ വിളിച്ചു പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീഫ് എഞ്ചിനീയർ. ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ അൽപ്പൻ. എടാ, അല്പക്കരുണ കാണിക്കില്ല. വിട്. എന്നെ വിട്. വിട്. ദേ, ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, മരണായിരിക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. ഓ ശരി ശരി. തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്നു കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. ഇന്നെന്റെ പിറന്നാളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട്. എടോ, നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി 20 kV ആണ്. 30 HP അല്ലേ എനിക്ക് ആവശ്യം. നടപ്പില്ല. പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറിന് കാശ് മുടക്കണം. വേണം. 1 ലക്ഷം രൂപയെങ്കിലും ചെലവാവും. എന്റെ ഭഗവതി. എങ്കിൽ ചെല്ലേ, പണം ശരിയാകുമ്പോ വാ. ഇല്ല സാർ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. എടോ, താൻ ഈ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു? മനസ്സിലായില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ. എടോ, ഒരു പാലം പണിതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. അതിനിവിടെ പാലമൊന്നും കാണാനില്ലല്ലോ സാർ. 1 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി. എന്നാ ഞെട്ടാത്ത 1 ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. അതേത് ലക്ഷ സാർ? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. 1 ലക്ഷത്തിന്റെ പോളിസി. താൻ ചത്ത ഡിവിഡന്റും ബോണസും എല്ലാം ചേർത്ത് 1,75,000-ഓളം രൂപ തന്റെ കുടുംബത്തിന് കിട്ടും. എന്റെ ഭാര്യയ്ക്ക് LICയുടെ ഏജൻസി ഉണ്ട്. താൻ 1 ലക്ഷത്തിന്റെ പോളിസി എടുത്തേക്ക്. ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം. പോളിസിയും പ്രീമിയം എല്ലാം 10,000-ന്റെ പോളിസി എടുക്കാം സാർ. ഇറങ്ങി പോടോ. ഒരുമാതിരി ഊപ്പ വ്യവസായി. 1 ലക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി. എന്താ? എടുക്കാം സാർ. ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണല്ലോ ഇത്. പിന്നെ എന്തായി? ചത്താൽ 1.25 ലക്ഷം രൂപ കിട്ടും. ആര് ചത്താൽ? ഞാൻ ചത്താൽ ഇൻഷുറൻസിന്റെ പോളിസി എടുത്താലേ ട്രാൻസ്ഫോമറിന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടാണ്. അതുകൊള്ളാം. അപ്പൊ പോളിസി എടുത്തിട്ട് മുതലാളി ആത്മഹത്യ ചെയ്താൽ മതി. ദുർമരണത്തിന് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലൊന്നും സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ. നാളെ പ്രീമിയം അടയ്ക്കണം. ഇതിന്റെ ഇടയിൽ അതിന് കാശ് എവിടെ? നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വാ. എവിടെയെങ്കിലും കാണും. വന്നല്ലേ? ആ, വിട് വിട്. ഇത് അമ്മയ്ക്ക് ബലരാമൻ ചേട്ടൻ ബോംബെ അയച്ച കത്താ. അപ്പൊ എനിക്കോ? നിനക്കില്ല. നാളെ മുതൽ നിന്റെ കത്തും അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം. കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതുവായിട്ട് നിനക്ക് കത്തയക്കുന്നത്. നീ ശരിക്കും നോക്കിയോ ശ്യാമേ? ആഴ്ചയിൽ 2-3 കത്ത് വരെ നീ അങ്ങോട്ട് കാച്ചി വിടുന്നുണ്ടല്ലോ. പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം 3 ആയില്ലേ? കാര്യമായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും. അല്ലെങ്കിൽ എഴുതിയനെ. എന്റെ സംശയം അയാള് നിന്നെ വിട്ട് ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാര പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുമെന്നാ. നിന്നെ തഴഞ്ഞതാ. പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ ഞങ്ങളുടെ സ്നേഹം. സേതോട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ലോകത്ത് സേതോട്ട മാത്രം. നിന്റെ ഈ വെട്ടിത്തരം കേൾക്കാൻ ഞാനില്ല. അമ്മ തിരക്കുന്നുണ്ടാവും. വൈകുന്നേരം കാണാം. ശ്യാമേ, എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ? കരികാരം തീരുന്നതിന് മുമ്പെങ്കിലും നിന്റെ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുമോ? ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അച്ഛാ. വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ. അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 16,000 അത് പോയി. ഇനി 7,312. കുഞ്ഞെ, രൂപ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ താവുഞ്ഞ്. 1-ാം തീയതി ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ? ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല പൊന്നമ്മച്ചി. നാളെ മറ്റന്നാളെ തരാം. ഇന്നെന്താ പോവാൻ താമസിച്ചേ? കൂട്ടുകുടുംബത്തിൽ കിടന്ന് പണിയെടുത്താൽ നേരത്തിനും കാലത്തിനും വീട്ടിൽ പോകാൻ ഒക്കുവോ? അതും പോയി. എന്റെ ഭഗവാനെ. 7,300. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേ അച്ഛൻ വന്നു. അമ്മേ, ദേ അച്ഛൻ വന്നു.
വാഴപ്പഴം വാങ്ങിച്ചു. എല്ലാ വാഴയ്ക്കും വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു പോവാതെ വായം പൊളിച്ചെല്ലാം ഇങ്ങ് പോരും. അച്ഛാ അലുവ കൊണ്ടുവന്നോ? ഓ എന്നാ നിങ്ങൾ ഇങ്ങനെ സ്വീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. എനിക്ക് അലുവ. പോടാ മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ, ഇല്ലേ കൊതി കിട്ടും. അമ്മേ അമ്മേ, ആ മോൻ എന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ? ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ, ചോദിച്ചപ്പോ പോടാൻ പറഞ്ഞു. എനിക്ക് അലുവ വേണം. സേതു, നീ ഇത് കണ്ടോ? ഏത്? കുട്ടികളെ അതും ഇതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണം. ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കുക, അല്ലെ ഇവർക്കൂടെ കുറച്ച് കൊടുക്ക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണം. മോനെ ചെറിയ അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചി ഇവന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടൂടെ. സേതു, നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടായോ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ചെറിയ ചോറ് കോമഡി പറഞ്ഞു. അതെ ഇതേ ഇവിടെ നോക്കിയാൽ ശരിയാവില്ല. ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവാ. അപ്പൂപ്പ അലുവ. അപ്പൂപ്പ കഞ്ഞി കുടിക്കാൻ സമയം. എന്താടി ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെ എവിടെ? ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താണ് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? നീയും കണ്ടുപിടിച്ചോ? അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ. എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരു രേഷൻ അലുവ ചോദിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. നിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ടേ ഭർത്താവാണ് ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക. അലുവും ലഡുവൊക്കെ കള്ള മുമ്പിൽ വെച്ചിട്ടല്ലേ തിന്നേണ്ടത്. ഞാൻ പോവാണ്, നീ വിട്. കൊല്ലും ഞാൻ പെരയടക്കം ചെയ്തേക്കും ഞാൻ. പന്നി അളിയാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ ഹൽവ വാങ്ങിച്ചോണ്ട് വരരുത്. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ട? ആരോ വാതിലിൽ തട്ടുന്നു, ചെന്ന് നോക്കി. ചേച്ചി പോയേ, എനിക്ക് അടുപ്പിൽ തീ കൂട്ടണം. എന്റെ കൈ കണ്ടില്ലേ നീ? ചെന്ന് നോക്കടി. ചേച്ചി സേതോട്ടൻ. എന്റെ ഈശ്വര, ഇത്തവണത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ലെന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടു. എത്ര പറ കിട്ടും? ആ കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ രാസവളത്തിനൊക്കെ എന്താ വില അല്ലേ? ഏട്ടനും എടുത്തി മോനെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് പേരൻസ് ഡേയാ. അത് ശരി, കഷ്ടമായിപ്പോയല്ലേ. ഇവിടുത്തെ സിന്ധി പശുവിന് ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടും? അത് ചത്തിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. ഓ, 1 വർഷം മുമ്പ് പശു ചത്തുപോയതല്ലേ? ഡി, നീ ചെന്ന് ചായക്ക് ഇത്തിരി വെള്ളം വെച്ചേ. വേണ്ട, ചായ വേണ്ട. വേണം, ചായ വേണം. ചെല്ലേ. അവളോട് കൃഷിയെപ്പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ സേതോട്ടം വന്നേ? അല്ല, അവള് തെറ്റിദ്ധരിച്ചാലോ? അവക്കെല്ലാം അറിയാം. ഓ, ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരു മറുപടിയെങ്കിലും. അതല്ലേ ഞാൻ നേരിട്ട് വന്നത്. 6 മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും സേതോട്ടിന് അറിയാലോ. ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു. നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി. ഉറക്കം പോലും ഇല്ല. ഇങ്ങനെയാണേലും ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല സേതോട്ട.
ഈ കരച്ചില് കാണാനാണോ സുലു ഞാൻ ഇവിടം വരെ വന്നത്? ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലേലും സേതുവേട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തിരക്കിൽ. മതി, കുറെ നാളായി ഇത് കേൾക്കുന്നു. ഇപ്പൊ എല്ലാം ശരിയായി. പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പാന്നറിയാം. സർക്കാരാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോവും, പിന്നെ ആളിനെ കാണുകയില്ല. ഇനി അങ്ങനെ ഒന്നാവില്ല. മുഖം ഒന്ന് പ്രശ്നമാക്കി. ഞാൻ നോക്കട്ടെ. വേണ്ട. അയ്യാ. സുലു അയ്യോ.